ഹലോ. നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓർഗാനോ കോപ്പർ റിയേജൻസ് ആണ്. സോ അതിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിൽമൻ റിയേജന്റ് ആണ്. ഇപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഓർഗാനോ കോപ്പർ റിയേജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ കോപ്പർ തമ്മിൽ ഡയറക്റ്റ് ബോണ്ട് വരുന്ന ടൈപ്പ് ഓഫ് റിയേജൻസിനാണ് നമ്മൾ ഓർഗാനോ കോപ്പർ റിയേജൻസ് എന്ന് പറയുക. അതിൽ തന്നെ R2CuLa, അതായത് ലിഥിയം ഡൈ ആൽക്കിൽ കുപ്രേറ്റ് എന്ന ഫോമിൽ നിൽക്കുന്ന റിയേജൻസിനെ വിളിക്കുന്ന പേരാണ് ഗിൽമൻ റിയേജന്റ്. സോ ആദ്യമായിട്ട് ഒരു ഗിൽമൻ റിയേജന്റിനെ സിന്തസൈസ് ചെയ്തത് ഹെൻറി ഗിൽമൻ എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റ് ആണ്. അതുകൊണ്ടാണ് ഇതിനെ ഗിൽമൻ റിയേജന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഇതിന്റെ സിന്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിപ്പറേഷൻ RLi+Ui ഇങ്ങനെ 1:1 റേഷ്യോയിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് RCu+Li ആയി കിട്ടും. ഇനി നമ്മൾ 2:1 റേഷ്യോയിലാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് R2CuLi+Li ആണ്. ഈ R2CuLi ഇതാണ് നമ്മുടെ ഗിൽമൻ റിയേജന്റ്. ഇനി നമ്മൾ 3:1 റേഷ്യോയിലാണ് ഇതിനെ രണ്ടിനെ റിയാക്ട് ചെയ്യിക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് R3CuLi ആയിരിക്കും. ഓക്കെ, സോ വളരെയധികം കുറെ സിന്തറ്റിക് യൂസ്ഫുൾ ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻസ് തരുന്നുണ്ട് ഓർഗാനോ കുപ്രേറ്റ്സ്. സോ മെയിൻ ആയിട്ട് 3 ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. അതൊന്ന് കോൺജുഗേറ്റ് അഡീഷൻ ടു ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോൺസ്. ദെൻ രണ്ടാമത് തരുന്നത് ന്യൂക്ലിയോഫിലിക് റിയാക്ഷൻ ആണ്, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. സോ ഒരു ഗുഡ് ലീവിംഗ് ഗ്രൂപ്പ് ഉള്ള ഒരു സബ്സ്ട്രേറ്റും ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് SN2 മെക്കാനിസം വഴി ഒരു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ തരും. ദെൻ ആൽക്കൈൻസുമായിട്ട് ആണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സിൻ അഡീഷൻ ആണ് അവിടെ കിട്ടുക. ഓക്കെ, സോ കോൺജുഗേറ്റ് അഡീഷൻ നോക്കാം. കോൺജുഗേറ്റ് അഡീഷൻ നാം പറഞ്ഞു ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോണിലോട്ടാണ് നമ്മൾ കോൺജുഗേറ്റ് അഡീഷൻ നടത്തുന്നത്. സോ ഇതാണ് നമ്മുടെ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ആൽഡിഹൈഡ്, അല്ലെങ്കിൽ ഇവിടെ എടുക്കുന്നത് കീറ്റോൺ ആണ്. സോ സാധാരണഗതിയിൽ ഗിൽമൻ റിയേജന്റ് കീറ്റോണുമായിട്ടോ ആൽഡിഹൈഡുമായിട്ടൊന്നും റിയാക്ട് ചെയ്യാറില്ല. എന്നാൽ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് നോക്കൂ, ഇതാണ് നിങ്ങളുടെ കീറ്റോ ഗ്രൂപ്പ്, അതായത് നിങ്ങളുടെ കാർബൺ ഗ്രൂപ്പ്. ഇത് ആൽഫ, ഇത് ബീറ്റ. സോ ആൽഫയുടെയും ബീറ്റയുടെയും ഇടയിൽ അൺസാച്ചുറേഷൻ വരുന്നുണ്ട്. ഇതാണ് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോൺ എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് 2 ഇലക്ട്രോഫിലിക് സെന്റർ ഉണ്ട്. ഒന്ന് ഈ ഒരു കാർബണാണ്, മറ്റേത് ഈ ഒരു കാർബണാണ്. അപ്പോൾ എന്തിന്റെ രണ്ടിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാർബണിലുള്ളത് ഹാർഡ് ഇലക്ട്രോഫിലിക് സെന്ററും ഈ ഒരു കാർബണിലുള്ളത് സോഫ്റ്റ് ഇലക്ട്രോഫിലിക് സെന്ററുമാണ്. നിങ്ങളുടെ റിയേജന്റ്, ഗിൽമൻ റിയേജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ് ന്യൂക്ലിയോഫൈൽ ആണ്. സോഫ്റ്റ് ന്യൂക്ലിയോഫൈൽ എപ്പോഴും സോഫ്റ്റ് ഇലക്ട്രോഫിലിക് സെന്ററിലാണ് അറ്റാക്ക് ചെയ്യുക. സോ അതുകൊണ്ടാണ് ഈ ഒരു കാർബണിൽ അറ്റാക്ക് നടക്കുന്നത്. പിന്നെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും കാർബൺ Cu ബോണ്ടാണ് ഇവിടെ ഉള്ളത്, കോപ്പർ. ഓക്കെ, സോ കോപ്പർമേൽ ഒരു ഡെൽറ്റ പോസിറ്റീവും കാർബണിൽ ഒരു ഡെൽറ്റ നെഗറ്റീവും. കാരണം കോപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെന്നിന് എന്തോ ഒരു ഉണ്ടെന്ന് തോന്നുന്നു. സോ കോപ്പർ മെറ്റൽ ആണല്ലോ, അപ്പോൾ അത് ഇലക്ട്രോ പോസിറ്റീവ് ആണല്ലോ. അങ്ങനെ വരുമ്പോൾ ഈ കാർബൺ കോപ്പർ ബോണ്ടിനെ ഇത് പോളറൈസ് ചെയ്യും. ഈ ഒരു പൊളാരിറ്റി കാരണമാണ് ഈ സാധനം റിയാക്ഷൻസിൽ പങ്കെടുക്കുന്നത്. സോ ഇവിടെ നമ്മുടെ CH3 ഗ്രൂപ്പ് ആണ് ഇവിടെ പോയിട്ട് നമ്മുടെ ഇലക്ട്രോഫിലിക് സെന്ററിൽ അറ്റാക്ക് ചെയ്യുന്നത്. സോ അതിന്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന് തൊട്ടടുത്തുള്ള ഡബിൾ ബോണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതിനുശേഷം ഈ എന്താ പറയാ, കാർബണിന്റെ ഓക്സിജന്റെ ഇടയിലുള്ള ഡബിൾ ബോണ്ട് ഇങ്ങനെ ബ്രേക്ക് ആയിട്ട് ഓക്സിജനിലോട്ടും പോകും. അങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്ന 1,4 അഡക്റ്റ് ആണ് ഇത്. ഇനി എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ പ്രോട്ടോണേഷൻ നടത്തും. ആസിഡ് വർക്കപ്പ് നടത്തുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇവിടെ ഓക്സിജനിൽ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഇവിടെയുള്ള നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രോട്ടോണിനെ അബ്സ്ട്രാക്ട് ചെയ്യും. അങ്ങനെ അബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സാധനം ഒരു ഈനോളാണ്. ഈ ഈനോൾ ടോട്ടമറൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു കീറ്റോൺ കിട്ടും. ഓക്കെ, സോ ഫൈനൽ പ്രൊഡക്റ്റും ഇനീഷ്യലി നിങ്ങൾ എടുത്ത സാധനം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലൊരു അൺസാച്ചുറേഷൻ ഉണ്ടായിരുന്നു. അൺസാച്ചുറേഷൻ ഇവിടെ പോയി. അതിന് പുറമെ ബീറ്റ പൊസിഷനിൽ നിങ്ങൾക്കൊരു ആള് ആഡ് ആയി കിട്ടുകയും ചെയ്തത്. നിങ്ങളുടെ ഓർഗാനോ കോപ്പർ റിയേജന്റ് ഏതാണോ എടുത്തത് അതിന്റെ കൂട്ടത്തിലുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് ഈ ബീറ്റ പൊസിഷനിൽ ആഡ് ആവുകയും ചെയ്തു. ഇങ്ങനെയാണ് പ്രൊഡക്റ്റ് വരുന്നത്. ഓക്കെ, സോ ഇതിവിടെ വേറൊരു എക്സാമ്പിൾ ആണ്. ഇവിടെ നമുക്ക് നോക്കാം, 2 ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് പൊസിഷൻസ് ഉണ്ട്. ഇവിടെ അൺസാച്ചുറേഷൻ ഉണ്ട്, ഇവിടെ അൺസാച്ചുറേഷൻ ഉണ്ട്. രണ്ടും ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് പൊസിഷൻ ആണ്. സോ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ അഡീഷൻ നടക്കുക എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണോ ലെസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള കാർബൺ ആറ്റം അവിടെയാണ്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് 2 ആൾക്കാരുമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആണ്. ഈ ഒരു കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒറ്റ സബ്സ്റ്റിറ്റ്യൂഷനേ വരുന്നുള്ളൂ. സോ ഈ ഒരു കാർബണിലാണ് അഡീഷൻ നടക്കുക. സോ CH3CuLi ഉപയോഗിക്കുന്നത് R ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ CH3 ആണ്. സോ ആ CH3 പോയിട്ട് ഈ ഒരു ബീറ്റ കാർബണിലാണ്
ആഡ് ആവുന്നത്. ആ ഒരു കാര്യം ശ്രദ്ധിക്കാം. ദെൻ വേറെ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു റിയേജന്റിനെ എടുത്ത് നമ്മൾ CH3 ട്വൈസ് CuLi വെച്ചിട്ട് ട്രീറ്റ് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് ആസിഡ് വർക്കപ്പ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് കിട്ടുക രണ്ട് പ്രൊഡക്റ്റ്. ഇവിടെ നോക്കൂ, ഇതിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി ഉള്ള മീഥൈൽ ഗ്രൂപ്പ് ടുവേർഡ്സ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആയിട്ടാണ് നിൽക്കുന്നത്. സോ ഇവിടെ ബാക്ക് സൈഡ് അറ്റാക്ക് ആണ് നടക്കുക. സോ ബാക്ക് സൈഡ് അറ്റാക്ക് നടക്കുമ്പോൾ നിങ്ങളുടെ CH3 R ഗ്രൂപ്പ് ബിലോ ദ പ്ലെയിൻ ആണ് വരുന്നത്. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. സോ നിങ്ങൾ നോക്കൂ, കിട്ടിയിട്ടുള്ള പ്രൊഡക്റ്റിൽ 90% ഈ ട്രാൻസ് രീതിയിലുള്ള പ്രോഡക്റ്റ് ആയിരിക്കും. ഞാൻ വേറൊരു എക്സാമ്പിൾ ഇതുപോലെ തന്നെ സെയിം രീതിയിലുള്ള എക്സാമ്പിൾ ആണ്. ഇവിടെ ഉള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആയതുകൊണ്ട് ഇവിടെ എപ്പോഴും ഈ ഒരു പൊസിഷനിലാണ് നടക്കുക കേട്ടോ. എവിടെയാണ് ആൽഫ ബീറ്റ അൺസാച്ചുറേഷൻ ഉള്ളത് നോക്കിയാൽ മതി. സോ കീറ്റോ ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്, ഇത് ആൽഫ ഇത് ബീറ്റ, ഇവിടെയാണ് അറ്റാക്ക് നടക്കുക. അതുപോലെ തന്നെ ഇവിടെ 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 ഓക്കെ. സോ ഇവിടെ നിങ്ങളുടെ ആർ ഗ്രൂപ്പ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഈ ഒരു കാർബൺ ഇവിടെ ഇയാളാണ് വന്നിട്ട് ഇവിടെ അറ്റാക്ക് ചെയ്യുക, ഇയാൾ. ഓക്കെ. സോ അതാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് CH2 CH ഡബിൾ ബോണ്ട് CH2. ഇവിടെ ഉണ്ടായിരുന്ന ആർ ഗ്രൂപ്പ് എന്താണോ അത് അതേപോലെ തന്നെ വന്നിട്ട് അറ്റാക്ക് ചെയ്യും. ട്രാൻസ് രീതിയിലുള്ള പ്രോഡക്റ്റ് ആണ് കിട്ടുക. ഓക്കെ. വേറെ എക്സാമ്പിൾ ആണ് ഇത്. ഇവിടെ ഇതുപോലെ തന്നെ കീറ്റോ ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്. ഇതാണ് നിങ്ങളുടെ ആൽഫ ബീറ്റ അൺസാച്ചുറേഷൻ. സോ ഇവിടെ ബീറ്റ പൊസിഷനിലാണ് അഡീഷൻ നടക്കുക. Me2CuLi ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. സോ ഇതിന്റെ Me ആണ്, അതായത് മീഥൈൽ ഗ്രൂപ്പ് ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ നമുക്ക് ഇതിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി നോക്കുമ്പോൾ എന്താ ഉണ്ടാവുക? ഇവിടെ രണ്ട് മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഇവിടെ ഒരു മിനിറ്റ്, ഒരു മീഥൈൽ ഗ്രൂപ്പ്, രണ്ട് മീഥൈൽ ഗ്രൂപ്പ്. ഈ രണ്ട് മീഥൈൽ ഗ്രൂപ്പും ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആയിട്ടാണ് നിൽക്കുന്നത്. ഈ രണ്ട് മീഥൈൽ ഗ്രൂപ്പ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ് എന്ന് പറയുമ്പോൾ ഈ റിങ്ങുകൾ, ഈ റിങ്ങും ഈ റിങ്ങും അത് രണ്ടും ബിലോ ദ പ്ലെയിൻ ആയിരിക്കും. ഓക്കെ. അതിങ്ങനെ താഴത്തോട്ട് ഇങ്ങനെ ഒരു വി പോലെ ആയിട്ടാണ് നിൽക്കുന്നുണ്ടാവുക. സോ ആ ഒരു കാരണത്താൽ എബോവ് ദ പ്ലെയിൻ തന്നെയാണ് നിങ്ങളുടെ ഇൻകമിങ് മീഥൈൽ അറ്റാക്ക് ചെയ്യുക. സോ അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വരുന്നത്. വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആൽഫ ബീറ്റ അൺസാച്ചുറേഷൻ ഇവിടെയാണ് വരുന്നത്, ഇവിടെയാണ് അറ്റാക്ക് നടക്കുക. സോ ഏതാണോ നിങ്ങളെ ആർ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ അത് നേരെ പോയിട്ട് ഇവിടെ ആഡ് ആവും. ഓക്കെ. ഇതാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ്. ഇവിടെ പ്രത്യേകിച്ച് സ്റ്റീരിയോ കെമിസ്ട്രി പറയാത്തതുകൊണ്ട് സ്റ്റീരിയോ കെമിസ്ട്രി പറയേണ്ട ആവശ്യമില്ല. വേറൊരു എക്സാമ്പിൾ, ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നിങ്ങളുടെ അടുത്തുള്ള റിയേജന്റിൽ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ആൽക്കൽ ഗ്രൂപ്പ്, രണ്ട് ആൽക്കൽ ഗ്രൂപ്പും ഡിഫറെന്റ് ആണ്. R2 എന്നാൽ രണ്ടും സെയിം അല്ല, ഡിഫറെന്റ് ആണ്. സോ ഇത് രണ്ടെണ്ണത്തിൽ ഏതാണ് ഇവിടെ ആഡ് ആവുന്നത്? ഇവിടെയാണ് എന്തായാലും അറ്റാക്ക് നടക്കുക. ഇതാണ് നിങ്ങളുടെ ബീറ്റ അൺസാച്ചുറേറ്റഡ് പൊസിഷൻ, ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് പൊസിഷൻ. ഇവിടെ ഈ ബീറ്റ കാർബണിലാണ് അഡീഷൻ നടക്കുക. സോ ഈ ഗ്രൂപ്പാണോ അല്ലെങ്കിൽ ഈ ഗ്രൂപ്പാണോ വരിക എന്ന് നോക്കണം. അപ്പൊ അതിനറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു, ഇവിടെയൊക്കെ റിയാക്ഷൻ നടത്താനുള്ള കാരണം എന്താ? കോപ്പർ ആൻഡ് ബെനിൻതൊക്കെ ഉണ്ട് പോട്ടെ. കോപ്പറും കാർബണും തമ്മിലുള്ള ബോണ്ടിലുള്ള പൊളാരിറ്റി, അതാണ് റിയാക്ഷൻ നടക്കാൻ ഇവിടെ കാരണം. സോ നോക്കുമ്പോൾ ഈ ഒരു കാർബൺ കോപ്പർ ബോണ്ടാണോ, ഈ കാർബൺ കോപ്പർ ബോണ്ടാണോ, അത് ഈ കാർബൺ കോപ്പർ ബോണ്ടാണോ മോർ പോളാർ എന്ന് നോക്കാം. ഏതാണോ മോർ പോളാർ ആയിട്ടുള്ളത് അതായിരിക്കും നമുക്ക് പെട്ടെന്ന് ബ്രേക്ക് ചെയ്താണ്ട് റിയാക്ട് ചെയ്യിപ്പിക്കാൻ കഴിയും. സോ നോക്കൂ, ഇത് നിങ്ങൾക്ക് ഉള്ളത് ഒരു sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ, ഇത് sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആണ്. നമുക്കറിയാം sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ എന്ന് പറയുമ്പോൾ അത് ലെസ് ഇലക്ട്രോനെഗറ്റീവ് ദാൻ sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്, വിച്ച് ഈസ് അഗെയിൻ ലെസ് ഇലക്ട്രോനെഗറ്റീവ് ദാൻ sp ഹൈബ്രിഡൈസ്ഡ്. അതായത് മോർ ഇലക്ട്രോനെഗറ്റിവിറ്റി വരുന്നത് sp കാർബൺ ആറ്റത്തിനാണ്, ദെൻ sp2, ദെൻ sp3. സോ ഇത് sp2, ഇത് sp3 ആണ്. സോ ഈ sp2 കാർബൺ ആറ്റം വരുന്നിടത്താണ് മോർ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉണ്ടാവുക. സോ ഈ ഒരു ബോണ്ടാണ് കൂടുതൽ പോളാർ ആയിട്ടുള്ളത്, ഈ ഒരു ബോണ്ട്. സോ ഈ ബോണ്ടാണ് ബ്രേക്ക് ചെയ്യുക. സോ ഈ ഒരു ഗ്രൂപ്പ് ആയിരിക്കും ഇവിടെ പോയിട്ട് അറ്റാക്ക് ചെയ്യുക. ഓക്കെ. സോ നമുക്കത് കിട്ടും. നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിൽ നേരത്തെ ആസിഡ് വർക്കപ്പ് നടത്തിയതിന് പകരം നമുക്ക് ഇവിടെ ഒരു അലൈലിക് ഹാലൈഡ് ആണ് എടുത്തിട്ടുള്ളത്. സോ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റെപ്പിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് മാറ്റം ഉണ്ടാവും. സോ ഈ ഒരു ഡബിൾ ബോണ്ട് ഇവിടെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ആവുന്നു. അതിനുശേഷം ഇത് പോയിട്ട് ഈ ഒരു കാർബണിലോട്ട് അറ്റാക്ക് ചെയ്യുന്നു, ഇത് ലീഡിംഗ് ഗ്രൂപ്പ് പോകുന്നു. അങ്ങനെ ഈ ഒരു പ്രൊഡക്റ്റ് ആണ് നിങ്ങൾക്ക് ഫൈനലി കിട്ടുക. ഓക്കെ. ഇനി അടുത്ത സിൻ അഡീഷൻ ടു ആൽക്കൈൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയാ, ഒരു ഗിൽമൻ റിയേജന്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിൻ അഡീഷൻ കിട്ടും. അതായത് രണ്ട് ഗ്രൂപ്പും മീഥൈൽ ഗ്രൂപ്പ് കോപ്പർ സെയിം സൈഡിൽ നിന്ന് അറ്റാക്ക് ചെയ്തിട്ട് ഈ ഒരു രീതിയിലുള്ള പ്രോഡക്റ്റ് കിട്ടും. അതിനുശേഷം നമ്മൾ ഇതിന് വർക്ക് ചെയ്യുമ്പോൾ ഇതിലുള്ള കോപ്പർ പോയിട്ട് അവിടെ നമുക്ക് എച്ച് കിട്ടും. ഓക്കെ. ഇത് ഇങ്ങനെ ഒരു റിയാക്ഷൻ നടത്തും.
ദെൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിയാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആണ്. സോ നമ്മുടെ ഗിൽമൻ റിയേജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ നടത്താൻ സഹായിക്കുന്നതാണ്. അപ്പൊ ഏതെങ്കിലും ഒരു ഈസിലി ലീവിങ് ആയിട്ടുള്ള പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ കഴിയുന്ന ടൈപ്പ് ഓഫ് ഗ്രൂപ്പ് ഉള്ള സാധനത്തെ നമ്മൾ ഗിൽമൻ റിയേജന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ രണ്ടിനെയും ആ ഒരു ലീവിങ് ഗ്രൂപ്പ് അടുത്ത് പോയിട്ട് ആ ഭാഗത്ത് നമുക്ക് ഒരു ആർ ഗ്രൂപ്പിനെ നമ്മുടെ ഓർഗാനോ ഗ്രൂപ്പ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത രീതിയിലുള്ള പ്രോഡക്റ്റ് നമുക്ക് കിട്ടും. കുറെ എക്സാമ്പിൾസ് കാണിച്ചിട്ടുണ്ട്. CH3X എന്ന് പറഞ്ഞാൽ ഹാലൈഡോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഈസിലി ലീവിങ് ആയിട്ടുള്ള ഗ്രൂപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നിന്ന് എക്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ CH3യും ഈ ആർ ഗ്രൂപ്പും തമ്മിൽ കപ്പിൾ ചെയ്തിട്ട് ഒരു റിയാക്ഷൻ, കപ്പിളല്ല സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നിട്ട് ഈ എക്സിന്റെ ഭാഗത്ത് ആർ ഗ്രൂപ്പ് വന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, ഇനി ഈ ഒരു രീതിയിൽ ആർ ഡാഷ് CH2X ആണെന്നുണ്ടെങ്കിൽ എവിടെയാണോ എക്സ് ഉള്ളത് അവിടുന്ന് എക്സ് പോയിട്ട് അവിടെ നിങ്ങളുടെ ആർ ഗ്രൂപ്പ് വരും. അതുപോലെ തന്നെ ഇതായത് ഇങ്ങനെ വേറെ എക്സാമ്പിൾ ആണ്. ഓക്കെ, എല്ലാ എക്സാമ്പിൾസും ഒന്ന് നോക്കാം. എവിടെയാണോ എക്സ് ഉള്ളത് എക്സ് പോയിട്ട് അവിടെ നമുക്ക് ആർ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരികയാണ്. ഓക്കെ, ഇത് വേറെ എക്സാമ്പിൾ, ഇത് വേറെ എക്സാമ്പിൾ, ഇത് ARX. ഇപ്പൊ നോക്കൂ, ഇതില് ഈവൻ വീനൈൽ ആൻഡ് അരൈൽ സാധനങ്ങൾ, അതായത് അരൽ കാർബണാറ്റത്തിലും വിനൈലിക് പൊസിഷനിൽ വരെ നമുക്ക് ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഈസി ആയിട്ട് ഓർഗാനോ ഇതെടുക്കുമ്പോൾ, അതായത് എന്താ പറയാ ഗിൽമൻ റിയേജന്റ് എടുക്കുമ്പോൾ, ഓർഗാനോ കുപ്രീസ് എടുക്കുമ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വിനാലിക് പൊസിഷനിലും അരൽ പൊസിഷനിലൊക്കെ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താൻ നമുക്ക് കഴിയും. ഗ്രീൻറ്റാർഡ് റിയേജന്റ് ഒന്നും എടുത്തിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അത് ഇതിന്റെ ഒരു മെച്ചാണ്. എന്തൊക്കെയാണ് വേറൊരു എക്സാമ്പിൾ, എവിടെയാണോ ഐ ഉള്ളത് അവിടുന്ന് ഐ പോയിട്ട് അവിടെ നമ്മുടെ ആർ ഗ്രൂപ്പ് വന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ SN2 മെക്കാനിസം ആണ് നടക്കുക. SN2 മെക്കാനിസം എന്ന് പറയുമ്പോൾ അവിടെ ബാക്ക് സൈഡ് അറ്റാക്ക് ആണ് ഉണ്ടാവുക. സോ എവിടെയാണോ നമ്മുടെ ലീവിംഗ് ഗ്രൂപ്പ് ടുവേർഡ്സ് യു ആണെങ്കിൽ, ഇവിടെ നിൽക്കുന്ന എക്സാമ്പിൾ, ഇവിടെ ലീവിംഗ് ഗ്രൂപ്പ് എബവ് ദ പ്ലെയിൻ ആയിരുന്നു. അപ്പോൾ അറ്റാക്ക് നടന്നതിന് ശേഷം ഈ PH വരുന്നത് ബിലോ ദ പ്ലെയിൻ ആണ്. സോ ഇവിടെ ഓൾറെഡി ബിലോ ദ പ്ലെയിൻ ഉണ്ടായിരുന്ന H എബവ് ദ പ്ലെയിൻ വരും. കണ്ടില്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ വേറൊരു എക്സാമ്പിൾ ഇതാക്കണം. ഇവിടെ sp2 കാർബൺ ആറ്റത്തിൽ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ sp2 ആണ്, മൈനസ് ഇട്ടല്ല, sp2 കാർബൺ ആറ്റത്തിൽ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താനൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് സാധിക്കും. അപ്പോൾ sp2 അല്ലെങ്കിൽ sp കാർബൺ ആറ്റത്തിലാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നുണ്ടെങ്കിൽ അവിടെ ടാക്സൈഡ് അറ്റാക്ക് അല്ല, അവിടെ ഇൻവേർഷൻ അല്ല, റിട്ടൻഷൻ ഓഫ് കോൺഫിഗറേഷൻ ആണുള്ളത്. സോ ഇവിടെ ട്രാൻസ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റും ട്രാൻസ് തന്നെ ആയിരിക്കും. ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം. ഓക്കെ, സോ ഇത്രയാണ് ഉള്ളത്. ഓർഗാനോ കോപ്പർ റിയേജൻസ് എല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.